ഇന്ന് മനുഷ്യർ ലോകം ഭരിച്ചാലും ചരിത്രത്തിന്റെ പേജുകൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിൻവലിക്കുന്നതായി കരുതൂ. നമ്മളിൽ മുമ്പ് ഈ ഗ്രഹം സഞ്ചരിച്ച ഭീകരജീവികളെ നിങ്ങൾ കണ്ടെത്തും. അവ ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യർക്ക് ഒരിക്കലും ജീവനോടെ കഴിയുമായിരുന്നില്ല. ഇന്നത്തെ ദി വണ്ടർ ഫാക്ട്സ് എപ്പിസോഡിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതായ 10 ഭീകരജീവികളിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നു. പക്ഷേ അവരുടെ പേരുകൾ കേൾക്കുന്നത് പോലും ആളുകളെ ഇപ്പോഴും നടുക്കുന്നു. നമ്പർ 10. സ്മൈലോഡോൺ. സ്മൈലോഡോണിനെ പരിചയപ്പെടൂ. നിങ്ങൾ സിനിമകളിലും പുരാതന ജീവികളുടെ ഷോകളിലും കണ്ടിട്ടുള്ള ഒരു മൃഗം. ഈ മാംസഭോജി മൃഗം തീർത്തും ഭീകരമായി തോന്നി. അതിനെ ഇനിയും ഭയപ്പെടുത്തിയത് അതിന്റെ താടിയിൽ നിന്ന് പുറത്തേക്ക് നീളുന്ന 2 നീളമുള്ള വാളുപോലുള്ള പല്ലുകളായിരുന്നു. തുലനയ്ക്കായി സാധാരണ മനുഷ്യന്റെ വിരൽ ഏകദേശം 3 മുതൽ 4 ഇഞ്ച് വരെ നീളമുള്ളതാണ്. പക്ഷേ സ്മൈലോഡോണിന്റെ പല്ലുകൾ അവ 7 ഇഞ്ച് വരെ വളരും. ഡൈനോസറുകൾ ഇല്ലാതായതിനു ശേഷം സ്മൈലോഡോണ് തന്റെ കാലത്തെ പ്രധാന വേട്ടക്കാരിൽ ഒരാളായി വാളുപോലുള്ള പല്ലുകൾ കൊണ്ട് ഇരയെ അരിഞ്ഞു. അതുകൊണ്ടാണ് അതിനെ സേബർടൂത്ത് കടുവ എന്നും വിളിക്കുന്നത്. ഇതാ അത്ഭുതകരമായ കാര്യം, അതായത് അത് മനുഷ്യരോടൊപ്പം ജീവിച്ചിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം സ്മൈലോഡോൺ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതായി. ഹിമയുഗം കാലാവസ്ഥാ മാറ്റം മൂലം അവസാനിച്ചു. സാഹചര്യങ്ങൾ മാറിയപ്പോൾ മനുഷ്യർ അവയെ വേട്ടയാടി തുടങ്ങി. അവസാനം ഈ ശക്തമായ മൃഗം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ചിലർ പറയുന്നു അത് ഇന്നത്തെ സിംഹങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടിയാൽ സ്മൈലോഡോണ് ജയിക്കുമെന്ന്. നമ്പർ 9. ഗിഗാന്റോപിതെകസ്. നിങ്ങൾ തീർച്ചയായും സിനിമകളിൽ കിങ് കോങ്ങിനെ ഡൈനോസറുകളുമായും ഭീമൻ ഈസൃപങ്ങളുമായും പോരാടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു രസകരമായ വസ്തുതയുണ്ട്. കിങ് കോങ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ആ പ്രശസ്ത കഥാപാത്രം യഥാർത്ഥ ജീവിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഗിഗാന്റോപിതെകസ്. ഇത് ഭൂമിയിൽ ഒരിക്കലും നടന്ന ഏറ്റവും വലിയ വാനര ഇനമായിരുന്നു. ഏകദേശം 1,00,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു. അത് ഭീമമായിരുന്നെങ്കിലും ഗിഗാന്റോപിതെകസ് വാസ്തവത്തിൽ ആരെയും കേടുപാടുകൾ വരുത്താത്ത സമാധാനപ്രിയ ജീവിയായിരുന്നു. എന്നാൽ മനുഷ്യർ അത് ആക്രമിക്കുമ്പോൾ അത് മുഴുവൻ ശക്തിയോടും തിരിച്ചടിച്ചു. അത് സിനിമയിലെ കിങ് കോങ്ങിനെ പോലെ വലുതായിരുന്നില്ലെങ്കിലും സാധാരണ മനുഷ്യരെയും ഗൊറില്ലകളെയും അപേക്ഷിച്ച് വളരെ വലുതായിരുന്നു. ദുരഭാഗ്യവശാൽ ഗിഗാന്റോപിതെകസ് ഐസ് ഏജിന്റെ അവസാനം നിലച്ചുപോയി. നമ്പർ 8. മെഗാനൂറ. പുഴുങ്ങുന്ന ജീവികളുടെ കാര്യത്തിൽ ഈ ഗ്രഹത്തിൽ ഇതിനകം തന്നെ ഭീതിജനകമായ നിരവധി ജീവികൾ ഉണ്ട്. ഇന്നത്തെ പുഴുങ്ങുന്ന ജീവികളും നിങ്ങളെ നടുക്കിയേക്കാം. എങ്കിലും പഴയ കാലത്ത് ആരെയും ഓടിക്കുകയായിരുന്ന ഒരു പുഴുങ്ങുന്ന ജീവി ഉണ്ടായിരുന്നു, മെഗാനൂറ. അത് ഒരു ഡ്രാഗൺ ഫ്ലൈ പോലെയാണ് തോന്നിയത്, പക്ഷേ വളരെ വളരെ വലിയത്. വാസ്തവത്തിൽ അത് ലോകം കണ്ട ഏറ്റവും വലിയ പുഴുങ്ങുന്ന ജീവിയാണ്. ചില ആളുകൾ ഒരു കാക്രോച്ച് മാത്രം കണ്ടാൽ ഭയപ്പെടുന്നു. ഈ ജീവി ഇപ്പോഴും ഉണ്ടെങ്കിൽ അവർ എന്തു ചെയ്യുമായിരുന്നു എന്ന് കരുതുക. വൈദ്യശാസ്ത്രജ്ഞർ പറയുന്നതുപോലെ മെഗാനൂറ ഡൈനോസറുകൾക്ക് മുമ്പ് യാഥാർത്ഥ്യത്തിൽ ഉണ്ടായിരുന്നത്. ഡൈനോസർ കാലം തുടങ്ങിയപ്പോൾ മെഗാനൂറ ഇതിനകം തന്നെ നശിച്ചിരുന്നതാണ്. നമ്പർ 7. ഹെലിക്കോപ്രിയൻ. നിങ്ങൾ മുമ്പ് ചില വിചിത്രമായ മീനുകളെ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ ഇതിന് നിങ്ങളെ ഒന്നും തയ്യാറാക്കില്ല. ഹെലിക്കോപ്രിയനെ പരിചയപ്പെടൂ. ഇതുവരെ ഉണ്ടായ ഏറ്റവും വിചിത്രവും ഭയാനകവുമായ മീനുകളിൽ ഒന്നാണ് ഇത്. ഈ ജീവിക്ക് മുകളിലെ താടിയിൽ പല്ലുകളൊന്നുമില്ലായിരുന്നു. അതിനു പകരം അതിന്റെ താഴത്തെ താടിയിൽ ഭീകരമായ ഒരു ചുറ്റികത്തിയുണ്ടായിരുന്നു. അത് ഒരു പ്രഹരത്തിൽ ഇരയെ 2 ഭാഗമാക്കി അരിയുമായിരുന്നു. അതായത് അത് എങ്ങനെ ഭക്ഷണം കഴിച്ചു? ലളിതം. അത് തന്റെ ഇരയെ വായിൽ കുടുക്കി ആ ക്രൂരമായ താടിയുടെ വാളുപയോഗിച്ച് ചെറുതായി അരിയുമായിരുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഭീകരന് ഡൈനോസറുകൾക്ക് മുമ്പ് തന്നെ ജീവിച്ചിരുന്നു. കൂടാതെ ഏകദേശം 270 ദശലക്ഷം വർഷം മുമ്പ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. നമ്പർ 6. പ്റ്റെരിഗോട്ടസ്. വിറക് എന്ന വാക്ക് കേൾക്കുന്നത് ചിലയ്ക്ക് നടുക്കം വരുത്തും. ഇന്നത്തെ ചെള്ളുകൾ ചെറുതാണ്, പക്ഷേ കൊല്ലാനുള്ളത്ര അപകടകരമാണ്. പക്ഷേ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനേക്കാൾ വലുതായ ഒരു ചെള്ളു ഉണ്ടായിരുന്നു. പ്റ്റെരിഗോട്ടസ് എന്ന് അറിയപ്പെടുന്ന ഈ ഭീമന്മാർ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിച്ചിരുന്നു. ക്രൂരമായ വേട്ടക്കാരായിരുന്നു. അവർ പിടിക്കാൻ കഴിയുന്ന ഏതൊക്കെ ജീവികളിലും വേട്ടയാടും. മത്സ്യം, കടൽ ജീവികൾ, എന്തും. പക്ഷേ കാലാവസ്ഥ മാറിത്തുടങ്ങുന്നതിനാൽ ഭക്ഷണം കണ്ടെത്താൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അവർ പരസ്പരം ആക്രമിച്ച് അവസാനം സ്വന്തം ഇനം ഇല്ലാതാക്കി. നമ്പർ 5. മോസാസോറസ്. മോസാസോറസ് എന്ന് വിളിക്കുന്ന ഈ ഭീകരജീവി ഒരു ഡൈനോസർ അല്ലെങ്കിൽ മുതല അല്ല, പക്ഷേ അത് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും അപകടകാരിയായ സമുദ്രഭീമൻ ആയിരുന്നു. നിങ്ങൾ അത് സിനിമകളിൽ കണ്ടിട്ടുണ്ടാകും. ഇത് 55 അടി വരെ വളരാൻ കഴിയും. ഇതിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമുദ്രനാശകരിൽ ഒന്നാക്കി മാറ്റുന്നു. ഇത് അത്ര വലുതാണ്,
അത് ഒരു കടിയിൽ മാത്രം ഒരു ടിറെക്സ് 2 ഭാഗങ്ങളാക്കി കഴിച്ചുപോയി. സ്ക്രീനിൽ അത് ഭീതിജനകമായി തോന്നിയെങ്കിൽ അത് ഇപ്പോഴും ജീവിച്ചിരുന്നാൽ എത്ര ഭീതിജനകമായിരിക്കും എന്ന് കരുതുക. മോസാസോറസ് ഡൈനോസറുകളുമായി ഒരേ സമയത്ത് ജീവിച്ചിരുന്നു. എങ്കിലും ആസ്റ്ററോയിഡ് ഭൂമിയോട് കൊളുത്തുമ്പോൾ അത് അവരോടൊപ്പം ഇല്ലാതായി. നമ്പർ 4. ടൈറ്റനോബോവ. എന്തിനെയെങ്കിലും ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് പേര് പറയാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കിഷ്ടം അനാക്കോണ്ടയോ പൈത്തോൺ ആണെന്ന് കരുതാം. ഇന്നത്തെ ഏറ്റവും വലിയതും ഭീതിയുണ്ടാക്കുന്ന പാമ്പുകളും മറയും നിങ്ങൾക്ക് ശരിയാണ്. ഈ കാലഘട്ടത്തിനുള്ളിൽ പക്ഷേ മണിക്കൂറുകളെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ വേറെ ഒരു ഭീകരമായ ഒരു സൃഷ്ടിയുമായി പരിചയപ്പെടൂ ടൈറ്റാനോബോവയെ, ലോകം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഭീകരവുമായ പാമ്പ്. അനക്കോണ്ടകൾ ഏകദേശം 20 അടി നീളം വരെ വളരും. പക്ഷേ ടൈറ്റാനോബോവ അത് 50 അടി വരെ നീളമുണ്ടാക്കും. മനുഷ്യരെ മറക്കൂ, ഇത് ഒരൊറ്റ തവണയിൽ വമ്പൻ ജീവികളെ വിഴുങ്ങും. ഗവേഷകർ പറയുന്നു അത് മിക്കവാറും മുതലകളെയും ഭീമൻ മീനുകളെയും മറ്റ് സജീവമായ ജീവികളെയും വേട്ടയാടുമായിരുന്നു. അത് ഏകദേശം 60 ദശലക്ഷം വർഷം മുമ്പ് ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നു. എന്നാൽ കാലാവസ്ഥ മാറുകയും ഭക്ഷണം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാകുകയും ചെയ്തോടെ ഈ ഭീമൻ പാമ്പ് ശാശ്വതമായി അപ്രത്യക്ഷമായി. നമ്പർ 3. മെഗലോഡോൺ. ഇന്നും ചൂരകൾ സമുദ്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ജീവികളാണ്. അവയിൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിനെ ഏറ്റവും ഭയപ്പെടുത്തുന്നതായി കണക്കാക്കുന്നു. സമുദ്രത്തിന്റെ രാജാവെന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്നു. അത് തന്റെ ഇരയെ കരുണയില്ലാതെ കീറിത്തെറിപ്പിക്കുന്നു. പക്ഷേ 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോയാൽ ആ മൃഗത്തെയും ചെറുതാക്കി കാണിക്കുന്ന ഒരു ചൂര ഉണ്ടായിരുന്നു. അത് മോസാസോറസിനേക്കാൾ വലുതായിരുന്നു. ഇന്നത്തെ ഗ്രേറ്റ് വൈറ്റിന്റെ 3 ഇരട്ടി വലിപ്പമുള്ളതായിരുന്നു. അതിന്റെ പേര് മെഗലഡോൺ, അന്നത്തെ അന്തിമ സമുദ്ര വേട്ടക്കാരൻ. അതിനാൽ ഗ്രേറ്റ് വൈറ്റ് നിങ്ങൾക്ക് ഭയം തോന്നിക്കുന്നുവെങ്കിൽ മെഗലഡോൺ ആയിരുന്ന ദുസ്വപ്നം സങ്കൽപ്പിക്കുക. ഒരു പഠനത്തിന്റെ പ്രകാരം മെഗലഡോൺ ഒരിക്കൽ മോസാസോറസിനെതിരെ പോരാടിയിരുന്നെങ്കിൽ അത് അതിനെ കീറിത്തെറിപ്പിച്ചേനെ. നമ്പർ 2. മെഗാ മുതല. ഇന്നത്തെ മുതലകൾ ചെറുതായിരിക്കാം, പക്ഷേ അവ ഇപ്പോഴും അപകടമാണ്. ഏതൊരു വസ്തുവിനെയും അത് ചലിക്കുക നിർത്തും വരെ ചുണ്ടുകളിൽ പൂട്ടിപ്പിടിക്കും. പക്ഷേ ഒരിക്കൽ ഈ ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നത്തെ മുതലകൾ ഒന്നുമല്ല. ഏകദേശം 110 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എത്ര വലിയ ഒരു മങ്ങലായിരുന്നുവെന്ന് അധികം ആളുകൾ പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കുരങ്ങൻ ജീവിച്ചു. ശാസ്ത്രജ്ഞർ പുതിയതായി വളരെ വലിയ അസ്ഥികൾ കണ്ടെത്തി. ഡൈനോസർ അസ്ഥികൾ പോലും അവയുടേത് ചെറിയതായി തോന്നുന്നു. ഇവ ഇതുവരെയുള്ള ഏറ്റവും വലിയ മങ്ങലായിരുന്നുവിന് അനുയോജ്യമാണ്. വിദഗ്ധർ അതിനെ മെഗാ ക്രൊക്കഡൈൽ എന്ന് വിളിക്കുന്നു. ഈ ജീവി അത്ര ശക്തിയുള്ളതായിരുന്നു. ഒരു കടിയിൽ മാത്രം ഒരു ടിറെക്സ് 2 ഭാഗങ്ങളാക്കി കഴിച്ചുപോയി. ഡൈനോസറുകൾ അതിന്റെ അടുത്ത് കുഞ്ഞ് ആടുകളെപ്പോലെ ആയിരുന്നു. മനുഷ്യർ മാത്രമാണ് ചെറിയ മൗസുകളായി മാറിയത്. ഇത് ഭീതിയേറിയ 30 അടി നീളം ആയിരുന്നു. എങ്കിലും ഡൈനോസറുകൾ ഇല്ലാതായ ശേഷം ഭക്ഷണം കണ്ടെത്താൻ ബുദ്ധിമുട്ടായി. ഈ വലിയ മങ്ങലായും അവസാനിപ്പിച്ചു. നമ്പർ 1. ടിറെക്സ്. ടൈറാനോസോറസ് റെക്സ് എന്നതിന് ചുരുക്കം. ഇന്നും ഭൂമിയിൽ നടന്ന ഏറ്റവും അപകടകരമായ ജീവിയെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ജീവി അത്രയും കാട്ടുജീവിയുമായും ക്രൂരവുമായിരുന്നുവെന്ന് ഇത് തന്റേതിലേക്കും വലിയ ഡൈനോസറുകളെ കൊന്നിടാമായിരുന്നു. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും ഡൈനോസറുകളുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്നത്. അടിവാരങ്ങൾ അത്യന്തം ശക്തമായിരുന്നു. ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിനേക്കാളും 3 മടങ്ങ് ശക്തിയുള്ള കടിപ്പാണ് ഉള്ളത്. അത് ഇതുവരെ കണ്ട ഏറ്റവും ഭയപ്പെടുത്തുന്ന വേട്ടക്കാരനായി കാണപ്പെടുന്നത് അത്ഭുതം ഒന്നുമല്ല. എല്ലാ തവണയും നമ്മൾ ഈ ഡൈനോസറെ സ്ക്രീനിൽ കാണുമ്പോൾ അത് വളരെ യാഥാർത്ഥ്യമായാണ് തോന്നുന്നത്. അത് ഏതൊരു നിമിഷത്തിലും സ്ക്രീൻ തകർന്നു പോകുന്നതുപോലെ തോന്നുന്നു. ഇപ്പോൾ അത് ഇന്നും ജീവിക്കുന്നുവെങ്കിൽ എന്നു കൽപ്പിക്കുക. ഞങ്ങൾ മനുഷ്യർക്കെന്ത് സംഭവിക്കും? ഇവ ഇന്നും ഈ ഗ്രഹത്തിൽ ഇല്ലാത്ത ചില ജീവികളാണ്. പ്രകൃതി അവരെ വളരെ പഴകെ ഇല്ലാതാക്കി. പ്രകൃതി മനുഷ്യർക്ക് നിലനിൽക്കാനുള്ള വഴി സുതാര്യമാക്കി. കാരണം നമുക്ക് സത്യസന്ധമായി പറയാം, അവർ ഇന്നും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അവസരം നേടാൻ കഴിയില്ലായിരുന്നു. ഈ ഗ്രഹത്തിൽ ഒരിക്കൽ മറ്റെന്താണ് ജീവിച്ചിരുന്നതെന്ന് ആരറിയാം? ഞങ്ങൾ കണ്ടെത്തിയതാണ് ഞങ്ങൾ അറിയുന്നത്. ബാക്കി ഇപ്പോഴും ഒരു രഹസ്യം. വണ്ടർ ഫാക്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ വീഡിയോ ആസ്വദിച്ചെങ്കിൽ അഭിപ്രായം പറയാൻ മടിക്കേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഭാവിയിലെ വീഡിയോകൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ ബെൽ ഐക്കണിൽ തൊടുക. കാണുന്നതിനുള്ള നന്ദി.